പ്രസംഗം കേൾക്കാനെത്തുന്ന എത്രയോ സഹോദരങ്ങള് സഹോദരിമാര് നിങ്ങളാണ് ഈ വിനീതന്റെ പിൻബലമുള്ളത്. ഈ വിനീതന്റെ വാളുകൾ ലൈവായി കേൾക്കുന്നവരുണ്ട്, വാട്സപ്പിലൂടെ കേൾക്കുന്നവരുണ്ട്. വോയിസ് ഓഫ് കബീർ ബാക്കവി എന്ന പേരിൽ 20,000-ഓളം മെമ്പർമാരുള്ള അഡ്മിന്മാരുള്ള, അതോടൊപ്പം തന്നെ അത് നിയന്ത്രിക്കുന്ന അഡ്മിന്മാരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ആ ഗ്രൂപ്പിലെ മെസ്സേജ് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാ. ഓരോരുത്തരും ദുആ ചെയ്യണേ എന്ന് വസിയത്ത് തയ്യാറുണ്ട്. വന്ന ഒരു മെസ്സേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്റെ മൊബൈൽ ഫോണിൽ കാണിച്ചു തരാം. അതിനകത്ത് ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലും ചില പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ ഇടാറുണ്ട്. ഒരാൾ പറഞ്ഞു, ഉസ്താദേ, എന്റെ സഹോദരിക്കൊരു പ്രേമബന്ധമുണ്ട്, ആ പ്രേമബന്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾ പലരും പറഞ്ഞു നോക്കി, അവസാനിപ്പിക്കില്ല. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ ഉപ്പയും ഉമ്മയും വലിയ കട്ടപ്പാടില്ല. അവസാനം അവള് പറഞ്ഞു, അവനെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല. പ്രണയബന്ധത്തിൽ കുടുങ്ങിപ്പോയ സഹോദരിയോട് പലതും പറഞ്ഞ് പിന്തിരിക്കാൻ നോക്കുകയുണ്ട്. വാപ്പാക്കുമ്മാക്ക് വല്ലാത്ത മനോദുഃഖം നൽകി ആ പെണ്ണാ പ്രണയത്തിൽ ഉറച്ചു നിന്നു. ഇന്ന് വന്ന മെസ്സേജിൽ ആ ചെറുപ്പക്കാരൻ പറയാ, ഉസ്താദിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ മെമ്പറാണ്. പ്രണയം അരങ്ങ് തകർക്കുമ്പോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വാലന്റൈൻഡേയില് ഫെബ്രുവരി 14 പ്രണയ ദിനത്തില് ഈ വിനീതം മംഗലാപുരത്ത് നടത്തിയൊരു പ്രഭാഷണമുണ്ട്. ഉസ്താദെ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവിടെ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ആ പ്രഭാഷണത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഇട്ടുകൊടുത്തു. അതിനകത്ത് ഞാൻ ആരെയാണ് പ്രണയിക്കേണ്ടത്, ആരെയാണ് സ്നേഹിക്കേണ്ടത് എന്നാ പ്രഭാഷണം കേട്ടപ്പോ, അതിന്റെ 4 ഭാഗം കേട്ടപ്പോ എന്റെ സഹോദരി വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഞാനാ പ്രണയബന്ധത്തിൽ നിന്ന് തിരിച്ചിറങ്ങുകയാ. ഇനി വാപ്പക്കും ഇഷ്ടമുള്ള ഉമ്മക്ക് ഇഷ്ടമുള്ള ആ ബന്ധമല്ലാതെ എനിക്ക് വേണ്ട എന്നാ സഹോദരി പറഞ്ഞ അനുഭവകഥ കേൾക്കുമ്പോ അൽഹംദുലില്ലാഹ് തുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇതൊക്കെയാണ് ഈ പ്രബോധന മാർഗത്തിലെ ജീവിതത്തിൽ സുഹൃതമാകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ എല്ലാ സദസ്സിലും വരുന്ന സഫീറ എന്ന പെൺകുട്ടി, അവൾ എത്രയോ ഭാഗ്യവതിയ. അവള് ഖബറിലേക്ക് പോയിട്ട് ഈ സദസ്സുകൾക്ക് വേണ്ടി ദുആ ചെയ്തുവല്ലോ. പെട്ടെന്ന് അവൾ ബോധരഹിതയായി താഴെ വീണു. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUവിലേക്ക് കയറ്റി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഭർത്താവിനോട് സഫീറ മരിച്ചുപോയി. ഒരല്പ നിമിഷം കൊണ്ട് മക്കൾക്ക് ഭക്ഷണം കൊടുത്തു നിന്ന 19 വയസ്സുകാരി ഹൃദയസ്തംഭനം വന്ന് മരിച്ചു പോവുകയാ.